പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പരീക്ഷാ ചൂടിലൊക്കെയാണല്ലേ. സെക്രട്ടേറിയറ്റ് ഒയുടെ പരീക്ഷാ ഡേറ്റ് വന്നു. മെയിൻസ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് എന്ന് വരുമെന്നൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ശരിയാണ്, അത് ഉടൻ തന്നെ വരും. അതായത് മാർച്ച് മാസത്തിൽ തന്നെ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുക. മാർച്ച് ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ. അപ്പോൾ സാധാരണഗതിയിൽ 4 ഫേസ് എക്സാം കഴിഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചിരുന്നു അല്ലെ? ആ പ്രിലിംസ് പരീക്ഷയിലുള്ളതിനേക്കാൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ മെയിൻസ് പരീക്ഷയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനല്ല ആവശ്യം, മറിച്ച് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ഇനി പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 85ഓളം ദിവസം ഉണ്ടെന്ന് കണക്കാക്കുക. നമ്മളെപ്പോഴും സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ പരീക്ഷാ ദിവസം വരെ എത്ര ദിവസമുണ്ടെന്ന് നോക്കും. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് പ്രധാന കാരണം ഒരു ദിവസം പെട്ടെന്ന്, കാരണം നമ്മൾ ഏറ്റവും എന്താണ്, ഇപ്പൊ 90 ദിവസം പരീക്ഷയ്ക്കുണ്ട് അല്ലെങ്കിൽ 80 ദിവസം പരീക്ഷയ്ക്കുണ്ടെങ്കിൽ അതിനെ തുല്യമായിട്ട് സിലബസ് കൊണ്ട് ഡിവൈഡ് ചെയ്തും ഓരോ ദിവസം ഇത്ര പഠിച്ചു പോകണം എന്ന് വിചാരിക്കും. യാദൃശികമായി നമുക്ക് എന്തെങ്കിലും അനാരോഗ്യം സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടായി, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പെൻഡിങ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കും, പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട റിസൾട്ട് അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുവാനും പരീക്ഷയ്ക്ക് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്യുക. ഇനി ഒരു 80-85 ദിവസം ഉണ്ടല്ലോ. നമുക്ക് എടുക്കാം. അവിടെ മെയ് 21-ാം തീയതിയാണ് പരീക്ഷ. അതിനു മുമ്പുള്ള ഒരു 80 ദിവസം എന്ന് കണക്കാക്കിയാൽ അതിലൊരു 10-11 ഞായർ വരും. ഞായർ അങ്ങ് ഒഴിവാക്കാം. ബാക്കി എത്ര ദിവസമുണ്ട്? ഒരു 70-72 ദിവസം ഉണ്ടെന്ന് കണക്കാക്കാം. അതില് ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ, കാരണം ഈ ഏപ്രിൽ 14 വിഷു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഹോളിഡേയ്സ് വരുന്നുണ്ട് അല്ലെ? എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയിട്ട് പല ആഘോഷങ്ങളും വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ അവധി ദിവസങ്ങളൊക്കെ വരാം. ഒരു 10 ദിവസം കൂടെ അങ്ങ് വിട്ടേക്ക്. ബാക്കി 60 ദിവസം ഉണ്ടെന്ന് കണക്കാക്കാം. മനസ്സിലായോ? പരീക്ഷയ്ക്ക് 33 ദിവസം ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് സമയം മാറ്റിവെക്കേണ്ടി വരും. അപ്പൊ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് 60 ദിവസമാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. മനസ്സിലായോ? കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനമാണ് പഠിക്കുവാൻ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യം വായിച്ചാലും അത് തലയിൽ നിൽക്കും. വിഷമത്തോടെ ഇരിക്കുമ്പോൾ, ടെൻഷനോടെ ഇരിക്കുമ്പോൾ എന്ത് കാര്യം വായിച്ചാലും തലയിൽ നിൽക്കത്തില്ല, മറന്നുപോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും മൈൻഡ് ഫ്രീ ആയിരിക്കുമ്പോൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. മൈൻഡ് ഫ്രീ അല്ലെങ്കിൽ കുറച്ച് സമയം വിശ്രമിക്കുക, തുടർന്ന് പഠിക്കുക. ഒരു ദിവസം മൊത്തവും പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും. മൈൻഡ് ഫ്രീ ആക്കിക്കൊണ്ട് പഠിക്കുക എന്നതിനാണ് പ്രയോജനം. ഞാനൊരു കഥ പറഞ്ഞുതരാം. 2 മരമെട്ടുകാരുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കാൻ അവർ തയ്യാറുമാണ്. ഇതിൽ ഒന്നാമത്തെ മരമെട്ടുകാരൻ രാവിലെ അദ്ദേഹത്തിന്റെ കോടാലി നല്ലതുപോലെ തേച്ച് മിനുക്കി മരമെട്ടാൻ ഇറങ്ങും. അല്പസമയം പോലും വിശ്രമിക്കാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. വൈകിട്ട് വരെ അദ്ദേഹം പണിയെടുക്കും. രണ്ടാമത്തെ മരമെട്ടുകാരനാണെങ്കിൽ അദ്ദേഹം കോടാലി മിനുസപ്പെടുത്തിക്കൊണ്ട് പണിക്കിറങ്ങും. കുറച്ച് സമയം പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ക്ഷീണിക്കും അല്ലെ? അദ്ദേഹം ക്ഷീണിക്കുമ്പോൾ കുറച്ച് സമയം വിശ്രമിക്കും. ആ വിശ്രമിക്കുന്ന സമയത്ത് കോടാലിയുടെ മൂർച്ച കൂട്ടും. വീണ്ടും പണിയെടുക്കുന്നു. ക്ഷീണം വരുമെന്ന് തോന്നിയാൽ വിശ്രമിക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കോടാലിയുടെ മൂർച്ച കൂട്ടുന്നു, വീണ്ടും പണിയെടുക്കുന്നു. ഈ 2 മരമെട്ടുകാരില് ആരായിരിക്കും ഏറ്റവും കൂടുതൽ മരം വെട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറക് ശേഖരിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ പറയും, രണ്ടാമത്തെ മരമെട്ടുകാരൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏതൊരു പ്രവൃത്തിയും.
നമുക്ക് വിശ്രമമില്ലാതെ നമ്മൾ ജോലി ചെയ്താൽ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അത് പാടില്ല. നമുക്ക് വിശ്രമം വേണം. അതോടൊപ്പം ആഘോഷങ്ങൾ, വിനോദങ്ങൾ വേണം. എങ്കിലേ നമുക്ക് ജീവിതം തുലനത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഇനി ഫ്രണ്ടിൽ 60 ദിവസമേ ഉള്ളൂ. ബാക്കി നമ്മുടെ നല്ല ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെലവഴിക്കുക. എങ്കിലേ മൈൻഡ് ഫ്രീ ആവത്തുള്ളൂ. എങ്കിലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, 60 ദിവസമുണ്ട്. ഈ 60 ദിവസം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, പുതുതായിട്ട് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. കാരണം എന്താ? നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയ്ക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി മെയിൻസിന് വേണ്ടി റിവിഷൻ ചെയ്താൽ മതി. എങ്ങനെ എഫക്റ്റീവായ റിവിഷൻ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എപ്പോൾ എണീക്കും എന്നതിന് പ്രസക്തിയില്ല. ചിലര് രാത്രി പഠിക്കും, രാവിലെ കിടന്നുറങ്ങും, എണീക്കുമ്പോൾ 8-9 മണിയാവും, കുഴപ്പമില്ല. ചിലര് രാത്രി പഠിക്കില്ല, രാത്രി നേരത്തെ കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എണീക്കും, അതൊന്നും വിഷയമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ രാവിലെ ഉണർന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക. PSCയുടെ 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, സിലബസ് ഒക്കെ ഏകദേശം സെയിം അല്ലേ? നിങ്ങൾക്കറിയാം 10th ലെവൽ ആണെങ്കിലും 12th ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ അല്ലേ? ഇനി അപ്പോ ഒരു മുൻവർഷ ചോദ്യം എടുക്കുക. അതില് സ്പെഷ്യൽ ടോപ്പിക് ഉള്ള പരീക്ഷകൾ ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 20 മാർക്കല്ലേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ചെയ്യണ്ട. ബാക്കി 80 ചോദ്യങ്ങൾ ചെയ്താൽ മതി. സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ 100 ചോദ്യങ്ങളും ചെയ്യണം. അതിൽ ഇംഗ്ലീഷും മലയാളവും ഉള്ളതുണ്ടാകും, ഇല്ലാത്തതുണ്ടാകാം. എനിവേ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. കഴിയുന്നതും ഇംഗ്ലീഷും മലയാളവും മാത്സും GKയും ഉള്ള ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് ക്വസ്റ്റ്യൻ എടുക്കുക. സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളത് ഒഴിവാക്കിയാൽ ബാക്കി 80 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 100 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 80 ചോദ്യങ്ങൾ രാവിലെ നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെറുതെ വായിച്ചു പോവുകയല്ല വേണ്ടത്. പരീക്ഷ പോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ OMRന്റെ മാതൃക നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. അതെടുക്കുക, കറുപ്പിക്കുകയോ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. എങ്ങനെ? ഓരോ ചോദ്യവും സമയം വച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ 8 മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പരമാവധി 50 മിനിറ്റ് അതിനുള്ളിൽ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യണം. 80 ചോദ്യങ്ങളാണെങ്കിൽ പരമാവധി 40 മിനിറ്റ് അതിനുള്ളിൽ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും കുട്ടികളെ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു മോഡൽ എക്സാം 1.25 മണിക്കൂർ കൊണ്ട് തീർത്താൽ മതി എന്ന രീതിയിൽ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലും പരീക്ഷയ്ക്ക് സമയം തികയില്ല. കാരണം നമ്മൾ വീട്ടിലിരുന്ന് മൈൻഡൊക്കെ ഫ്രീ ആയി വെച്ച് ചെയ്യുമ്പോൾ സമയം കുറച്ച് മതി. എന്നാൽ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. അയ്യോ, സമയം തികയെന്നുള്ള ഒരു പേടിയായിരിക്കും. അങ്ങനെ സമയം പോലും നോക്കാൻ വാച്ചില്ലാത്ത സാഹചര്യത്തിൽ ടെൻഷൻ കൂടിയിട്ട് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, PYQ മുൻവർഷ ചോദ്യം വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ 100 ചോദ്യങ്ങളാണെങ്കിൽ 50 മിനിറ്റ് കൊണ്ടും 80 ചോദ്യങ്ങളാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കണം. ഇനി മുന്നോട്ട് പോകുന്ന അനുസരിച്ച് സമയം കഴിയുമെങ്കിൽ കുറച്ച് കൊണ്ടുവരണം. 50 മിനിറ്റ് എന്നുള്ളത് 49 മിനിറ്റ്, 48 മിനിറ്റ്, 45 മിനിറ്റ് രീതിയിൽ കൊണ്ടുവരണം. ഇനി ഒരു പരീക്ഷ കഴിഞ്ഞേ, ആ പരീക്ഷയുടെ നിലവാരം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ ഒരു പേജ് പ്രത്യേകമായി എഴുതി വെക്കണം. ഡേറ്റ് ഇടുക, PYQ നമ്പർ 1, അതിന് എത്ര മാർക്ക് കിട്ടി, എത്ര സമയം കൊണ്ട് പൂർത്തീകരിച്ചു. ഈ മാർക്കിന്റെ കോളത്തെ വീണ്ടും രണ്ടായി വേർതിരിക്കണം. ഞാൻ ശരിയാക്കിയത് എത്ര, തെറ്റാക്കിയത് എത്ര. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ അനലൈസിന് വേണ്ടിയിട്ടാണ്. അന്നേ ദിവസം രാവിലെ ചെയ്ത ചോദ്യങ്ങളും തെറ്റിയ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പഠിച്ചുറപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതോടൊപ്പം മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു, അതിൽ ഏതൊക്കെ ചോദ്യങ്ങൾ തെറ്റിപ്പോയി, എന്തുകൊണ്ട് തെറ്റിപ്പോയി, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. അതുമായിട്ട് ചേർന്ന് വരുന്ന ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അത് നമ്മൾ പഠിക്കുന്നു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോളൂ. ഇത് ഉറപ്പായിട്ടും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അന്നേ ദിവസം രാത്രിയിൽ ഒരു മോഡൽ എക്സാമിനേഷൻ ചെയ്യണം. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ഒരുപാട് മോഡൽ എക്സാം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് മോഡൽ എക്സാം ഒന്നും കിട്ടിയില്ലെന്ന് കരുതുക, മറ്റൊരു മുൻവർഷ ചോദ്യം തന്നെ ചെയ്തു നോക്കുക, കുഴപ്പമില്ല. ഞാൻ മോഡൽ എക്സാം പ്രിഫർ ചെയ്യാൻ കാരണം, മോഡൽ എക്സാമിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി
കറണ്ട് അഫയർ കൂടെ നമ്മൾ പഠിച്ചങ്ങ് പോകും. മനസ്സിലായോ? അപ്പോൾ രാത്രിയിൽ ഒരു മോഡൽ എക്സാം ചെയ്യുക. അതും ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുക. മോഡൽ എക്സാമിന്റെ മാർക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, അതിൽ ശരി ഉത്തരം എത്രയായിരുന്നു, തെറ്റിയത് എത്ര. അതിന്റെ ആൻസർ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകണ്ട. ആ മോഡൽ എക്സാമും പരമാവധി 50 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ പറ്റില്ല, 1 മണിക്കൂർ കൂടി പോകും, എങ്കിലും പരമാവധി കുറയ്ക്കുക. പതിയെ പതിയെ ഓരോ ദിവസം കഴിയുന്നതിന് സമയം എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി മോഡൽ എക്സാമിന്റെ ആൻസർ ഞാൻ റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞോ, ശരിയും തെറ്റും നോക്കുക. തെറ്റിയ ചോദ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോണ്ട. ഇനി പിറ്റേ ദിവസം രാവിലെ വീണ്ടും PVQ കൊടുക്കുന്നു, അത് ചെയ്യുന്നു, അനുബന്ധ വിവരങ്ങൾ പഠിക്കുന്നു, അന്നേ ദിവസം രാത്രി മോഡൽ എക്സാം എഴുതുന്നു. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ മുൻവർഷ ചോദ്യങ്ങളും ആദ്യ ദിവസം പഠിച്ചല്ലോ. രണ്ടാമത്തെ ദിവസം മുൻവർഷ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം പഠിച്ചതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും രണ്ടാമത്തെ ദിവസം നമുക്ക് ശരിയാക്കാൻ പറ്റും. മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പഠിച്ചല്ലോ, അതിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് മോഡൽ എക്സാമിലെ പല ചോദ്യങ്ങളും ശരിയാക്കാൻ പറ്റും. ഇതും വീണ്ടും മൂന്നാമത്തെ ദിവസം തുടരുക. മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ആദ്യത്തെ 2 ദിവസത്തെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചതിന്റെ എഫക്റ്റ് നമുക്ക് മൂന്നാമത്തെ ദിവസം ഉറപ്പായും കിട്ടും. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്നതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കൂടും. ഇനി അബദ്ധത്തിൽ കുറഞ്ഞെങ്കിൽ വിഷമിക്കേണ്ട, പതിയെ പ്രോഗ്രസിലേക്ക് നിങ്ങൾ എത്തിച്ചേരും, 100% ഉറപ്പാണ്. നിങ്ങൾ ഒരു വർഷത്തെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചുവെങ്കിൽ രണ്ടാമത്തെ ദിവസം നിങ്ങളുടെ മാർക്ക് അതിനേക്കാളും കൂടുതലായിരിക്കും. മൂന്നാമത്തെ ദിവസം നിങ്ങൾ നേടിയ മാർക്കിനേക്കാൾ കൂടുതലായിരിക്കും നാലാമത്തെ ദിവസം. നാലാമത്തെ ദിവസത്തിനേക്കാൾ കൂടുതലായിരിക്കും 5-ാമത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ 60 ദിവസം നിങ്ങൾ 60 മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യും, 60 മാതൃകാ ചോദ്യങ്ങൾ ചെയ്യും. ഈ മാതൃകാ ചോദ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയർ കിട്ടിപ്പോകും. ശരിയല്ലേ? യെസ്. മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പരീക്ഷയിലും നിങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തം സിലബസ് അവിടെ കവർ ചെയ്യാണ്. ശരിയാണേ? ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും PSCയുടെ സിലബസിലെ മൊത്തം സിലബസ് നിങ്ങൾ കവർ ചെയ്യും. മൊത്തം സിലബസിലെ വിവരങ്ങളും നിങ്ങൾ പഠിച്ചുറപ്പിക്കുകയാണ്, ഒന്നുകൂടെ റിവിഷൻ ചെയ്യാണ്. നിങ്ങളൊരു 3 ദിവസം, ഏറ്റവും കുറഞ്ഞൊരു 3 ദിവസം ഈ രീതി കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് 100% വർദ്ധിക്കും. അതിലൊരു മാറ്റമില്ല, ഒരു സംശയം വേണ്ട. 3 ദിവസം ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഇത് ഫോളോ ചെയ്യാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കിത് ഉറപ്പായും തോന്നും. നിങ്ങളത് ഫോളോ ചെയ്താൽ ആദ്യത്തെ റാങ്കുകൾക്ക് ഉള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടും. ടോപ്പ് റാങ്ക് നിങ്ങൾ മേടിക്കും. റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 മാസത്തിനുള്ളിൽ ആദ്യത്തെ അഡ്വൈസ് പോകും. ആദ്യത്തെ അഡ്വൈസിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇത് വെറും വാക്കല്ല, സ്ഥിരമായി വിജയിച്ച ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ ഒരു 3 ദിവസം നിങ്ങൾ ഫോളോ ചെയ്താൽ 4-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് വരും. കാരണം നമ്മുടെ ജീവിതശൈലി അനുസരിച്ച് നമ്മൾ പുതിയൊരു കാര്യം ചെയ്തു തുടങ്ങാനായിട്ട് മിനിമം ഒരു 3 ദിവസം വേണമെന്നാണ് പറയണേ. ആ 3 ദിവസം നമ്മൾ ചെയ്താൽ, ബുദ്ധിമുട്ടുകൾ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താൽ 4-ാമത്തെ ദിവസം നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ഓരോ ദിവസത്തെയും പ്രോഗ്രസ് കാണുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ആ കോൺഫിഡൻസ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിരന്തരമായ പഠനം നല്ലതാണ്. എന്നാൽ വിശ്രമമില്ലാത്ത പഠനം തോൽവിയിലേക്ക് നയിക്കും. വിശ്രമത്തോടു കൂടിയ നിരന്തരമായ പഠനം കൃത്യമായ സംഘാടനത്തോടൊപ്പമാണെങ്കിൽ വിജയം 100% ഉറപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങളുടെ എഫർട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയുടെ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, നന്ദി.